നല്ല ദൈവ സാന്നിധ്യം നിറഞ്ഞ ഈ സമയത്തിനായി, ഈ ദിവസത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കാത്തിരിപ്പോടും വിശ്വാസത്തോടും കൂടെ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് സ്പർശിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ അർത്ഥവത്തായതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നതും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതുമാകുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണിന്ന് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ പകരുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. നിങ്ങളവിടെ ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുമ്പോൾ തന്നെ ദയവായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണമേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അറിയുന്ന ദൈവം സന്ദേശങ്ങളെ വ്യത്യസ്തമാകുന്ന ഒരു ഡൈമെൻഷനിൽ തിരിക്കും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളത് എത്ര പേര് അറിയുന്നുണ്ട്? പാസ്റ്റർ ദീപു ആണ് ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്യുന്നത്. നെവർ എവർ. പരിശുദ്ധാത്മാവാണ് ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അത് ഒരു വ്യക്തിക്കായിരിക്കാം അത് ഏറ്റവും ബ്ലെസ്സിങ് ആയി മാറുന്നത്. ചിലപ്പോൾ അതൊരു കൂട്ടം വ്യക്തികൾക്കായിരിക്കാം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെടുന്ന ആ സന്ദേശങ്ങൾ എനിക്ക് ബ്ലെസ്സിങ് ആയി, എനിക്കൊരു അനുഗ്രഹമായി മാറി, അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറയണമെങ്കിൽ അവരെല്ലാം അത്രയും ആ ദൈവ സാന്നിധ്യത്തെ ഫോക്കസ് ചെയ്യുന്നവരും അത്രയും പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരുമാണെന്നുള്ളതാണ്. സോ ഞാൻ താങ്കളോട് പറയുന്നു, ഇന്നത്തെ സന്ദേശം താങ്കൾക്കുള്ളതാണ്. നിങ്ങളത്രയും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും സംസാരിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. നോക്കൂ, ഒരു വിശ്വാസിയുടെ 4 വിധ കടമകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസിക്ക് കടമകളുണ്ട്. നമ്മൾ ഇന്നലെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചു, അല്ലേ? നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ഡോണ്ട് റാൻ അവേ ഫ്രം അവർ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഡോണ്ട് റാൻ അവേ ഫ്രം അവർ പ്രോബ്ലംസ്. നമ്മളിന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ കടപ്പാടുകളിൽ നിന്നാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നാകട്ടെ, പ്രതിസന്ധികളിൽ നിന്നാകട്ടെ ഒളിച്ചോടരുത്. നാം അതിനെ ഫേസ് ചെയ്യണം. അതിനെ യേശു എങ്ങനെ ഫേസ് ചെയ്തു, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഇന്നലെ ചിന്തിച്ചു, സംസാരിച്ചു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് കടമകളെക്കുറിച്ചാണ്. 4 വിധ കടമകളെക്കുറിച്ചാണ്. നമ്മുടെ 4 വിധ കടമകൾ എന്താണ് എന്നതിനെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓൺലൈൻ മിനിസ്ട്രിയെക്കുറിച്ച് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കണം. ഇത് എല്ലാ ദിവസവും കർത്താവിൻ്റെ കൃപയാൽ നടത്തപ്പെടുന്ന മീറ്റിംഗ് ആണ്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൃപയാൽ ഈ സന്ദേശം രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും യൂട്യൂബിൽ നമുക്കിതിൻ്റെ ലൈവ് ഉണ്ട്. വൈകുന്നേരം ഇതിൻ്റെ ലൈവ് നമുക്ക് സൂമിലും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ ഒരുപാട് ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ജോയിൻ ചെയ്യുന്നു. അവരെല്ലാം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. പിന്നെ ഇതിനകത്തുള്ളൊരു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മീറ്റിങ്ങിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആ പ്രെയർ ലൈൻ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. നിങ്ങളിൽ പലരും ഞങ്ങളുടെ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഓൺലൈൻ മിനിസ്ട്രിയെ നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
നിങ്ങൾ എന്ത് തന്നെ ദൈവനാമത്തിനായിട്ട് ചെയ്താലും പ്രിയപ്പെട്ട സുഹൃത്തെ, അതിനെല്ലാം പ്രതിഫലമുണ്ട്. സോ സന്തോഷത്തോടെ ചെയ്യുക, മനസ്സോടെ ചെയ്യുക, നല്ല ഹൃദയത്തോടെ ചെയ്യുക. ദൈവം അതിന് നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ മറ്റമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് പോകാം. വിശ്വാസിയുടെ 4 വിധ കടപ്പാടുകൾ. അതിലൊന്നാമത്തെ കടപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുക. ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പത്രോസിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് എത്ര കടപ്പാടുകൾ ഒരു വിശ്വാസിക്കുണ്ട് എന്ന് ശ്രദ്ധിക്കണമേ. വിശ്വാസിക്ക് ഉപവാസ പ്രാർത്ഥന ആചരിക്കാൻ മാത്രമല്ല കടപ്പാടുള്ളത്. വിശ്വാസിക്ക് എല്ലാ ഞായറാഴ്ചയും എഴുന്നേറ്റ് നിൽക്കുക, ജീവനുണ്ടെങ്കിൽ പള്ളിയിൽ പോയി അറ്റൻഡ് ചെയ്യണമെന്നുള്ളൊരു കടപ്പാട് മാത്രമല്ല ഉള്ളത്. വിശ്വാസിക്ക് കടപ്പാടുകളേറെയാണ്. ബൈബിൾ പറയുന്ന കടപ്പാടുകൾ. പ്രാർത്ഥനയോടിരിക്കുന്നു നിങ്ങൾ. വിശ്വാസിയുടെ കടപ്പാടുകളെ കുറിച്ച് പത്രോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. The end of all things is at hand. Therefore be self-controlled and sober-minded for the sake of your prayers. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. The end of all things is at hand. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ. പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കണം. കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ അവസരം കിട്ടുമ്പോഴെല്ലാം മുറി കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ സമയം കിട്ടുന്ന പോലെ പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ പാടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നു സുബോധത്തോടെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയെ എനിക്ക് കേവലം ഒരു ബുദ്ധിയിലെ പ്രാർത്ഥന എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് ശരീരത്തിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രാർത്ഥന എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ പ്രാർത്ഥനയെ പത്രോസ് അഡ്രസ് ചെയ്യുന്നത് സുബോധത്തിൻ്റെ പ്രാർത്ഥന എന്നാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ആദ്യം സുബോധം ഉള്ളവനായിരിക്കണം. അർത്ഥം എന്താണ്? സാത്താൻ എപ്പോഴൊക്കെയോ ബന്ധിച്ചതും, സാത്താൻ എപ്പോഴൊക്കെയോ കുരുടാക്കി കളഞ്ഞതും, സാത്താൻ എപ്പോഴൊക്കെയോ വിലക്കിയതും, സാത്താൻ എപ്പോഴൊക്കെയോ മറച്ചതുമാകുന്ന അവൻ്റെ ഹൃദയദൃഷ്ടിയുടെ ബന്ധനത്തെ തകർത്തുകൊണ്ട്, അവൻ്റെ ആത്മീയ കണ്ണുകളുടെ കുരുട്ടുകളെ പരിഹരിച്ചുകൊണ്ട്, അവനെതിരെയുള്ള വിലക്കുകളെയും വിലങ്ങുകളെയും ആത്മശക്തിയിൽ പൊട്ടിച്ചുകൊണ്ട്, അവൻ്റെ ബുദ്ധിക്ക് വിരോധമായി കെട്ടിയ കെട്ടുകളെ അഴിച്ചുകൊണ്ട്, അവന് വിരോധമായി സാത്താൻ ചമച്ച സകലത്തെയും തകർത്തുകൊണ്ട് ബുദ്ധിയുള്ള ഒരു ആരാധനയായി ദൈവസന്നിധിയിൽ കത്തുന്ന ഒരു വ്യക്തിയാണ് സുബോധമുള്ള പ്രാർത്ഥന നയിക്കുന്നത്. അർത്ഥം സാത്താനെ ജയിച്ചവന്റെ പ്രാർത്ഥന, സാത്താന്റെ പദ്ധതികളെ തകർത്തവന്റെ പ്രാർത്ഥന, സാത്താന്റെ ചിന്തകളെ
കടത്തി വെട്ടിയവന്റെ പ്രാർത്ഥന, സാത്താൻ ചമച്ചതിനെ കത്തിച്ചവന്റെ പ്രാർത്ഥന, സുബോധമുള്ള പ്രാർത്ഥന. ഇവിടെ ഒരു വചനം പറയുന്നത് നോക്കിയത്, ദി എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് അറ്റ് ഹാൻഡ്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഞാനൊരു ദൂത് പറയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചു എന്ന് പറയുമ്പോഴും പ്രാർത്ഥനയിൽ സുബോധമുള്ളവന് സകലവും സമാപിച്ചു എന്ന് പറയേണ്ട ഘട്ടം വന്നാലും അവന്റെ പ്രാർത്ഥനയാൽ ചിലത് പുതിയതായി ഉളവാക്കി എടുക്കത്തക്ക ഒരു അഗ്നി അഭിഷേകം അവന്റെ പ്രാർത്ഥനയ്ക്കകത്തുടനീളം നിഴലിച്ചുകൊണ്ടിരിക്കും. അവന്റെ അങ്ങനെയുള്ള സുബോധമുള്ള പ്രാർത്ഥനയിൽ ഉളവാകില്ല എന്ന് പറയുന്നത് ഉളവായിരിക്കും, ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും, കാണുകയില്ല എന്ന് പറയുന്നത് കണ്ടിരിക്കും, ചലിക്കുകയില്ല എന്ന് പറയുന്നത് ചലിച്ചിരിക്കും. കാരണം അവന്റെ അന്തരാത്മാവിൽ ദൈവം പകർന്നിരിക്കുന്ന സുബോധം അവനോട് പറയുന്നു, നീ പ്രാർത്ഥിക്ക്, സുബോധത്തോടെ പ്രാർത്ഥിക്ക്, ഉറച്ചിരുന്ന് പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, ചിലത് ക്രിയേറ്റ് ആയിരിക്കും. Oh mighty Father in the name of Jesus. Hallelujah. Mighty Father in the name of Jesus. ഇത് പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ വിശ്വാസിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്നും, പ്രാർത്ഥന എന്നും കേട്ടിട്ട് എന്തിനാ എന്നും, കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ എന്നും, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുമൊക്കെ കരുതുന്ന പറയുന്ന ചിലരെ നോക്കി ഇന്ന് ആത്മാവ് സംസാരിക്കുന്നു, സുബോധത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. സുബോധത്തോടെ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം, സുബോധത്തോടെ പ്രാർത്ഥിക്കുക. വചനം എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വചനം എന്താ പറയുന്നതെന്ന്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. Therefore be self-controlled and sober-minded for the sake of your prayers. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല, ഞാൻ മുമ്പോട്ട് പോവാണ്. 8ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവൻ ആയിരിപ്പീൻ. ഉറ്റ സ്നേഹം. നിങ്ങൾ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവർ ആയിരിപ്പീൻ. ഇതൊരു സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ സ്നേഹം ദോഷം കണക്കിടുന്നില്ല എന്ന് വചനം പറയുന്നുണ്ട്. വായിച്ച വചനത്തിനകത്ത് പറയുന്നു, സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ പാപത്തെ മറയ്ക്കാൻ ദൈവത്തിന്റെ സ്നേഹമാണ് തയ്യാറായത്. Am I right? അല്ലേ? ഒരു മനുഷ്യന്റെ അല്ല, ഈ ലോകത്തിൽ ജീവനുള്ള ഏതൊരു മനുഷ്യന്റെയും പാപത്തെ മറയ്ക്കാൻ തയ്യാറായത് കർത്താവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ സ്നേഹമാണ്. പാപം കൊണ്ട് മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പാപത്തിന്റെ ബഹുത്വത്തെ പ്രതി മനുഷ്യന് അവന്റെ എല്ലാം എന്താ പറയുക, എന്നിട്ട് പ്രതിവിധികൾ ചെയ്യാതെ അവന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇനി വേറൊരു പ്രതിവിധിയും ചെയ്യണ്ട, പ്രതിവിധിയായവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്താൽ എന്നേക്കും പ്രതിവിധിയായി എന്നുള്ള നിലയിൽ ഒരു നിയമം തന്നെ ഉണ്ടാകുവാൻ യേശുക്രിസ്തു ചമച്ച നിയമം, യേശുവിന്റെ രക്തം ചമച്ച നിയമം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സ്നേഹം, വേറെ സ്നേഹമല്ല, സ്വർഗീയ സ്നേഹം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ്. സുഹൃത്തെ, ആർക്കും കടന്നു വരാൻ കഴിയാത്തിടത്ത് സ്നേഹത്തോടെ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദിവ്യാത്മാവുണ്ട്. ആ കർത്താവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ നടുവിൽ സ്നേഹത്തോടെ ഇറങ്ങി വന്ന് ചെയ്തു തരാൻ കഴിയുന്ന ഒരു പുതു നിയമം തന്നെ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവ്യ സ്നേഹമുണ്ട് കേട്ടോ.
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാമേൻ ടൈപ്പ് ചെയ്തേ. എവിടെയും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു സ്നേഹം. പാപം കൊണ്ട് അന്ധകാരം അവകാശമെടുത്ത ഏതൊരു പ്രതലത്തിലും പുതുമ കൊണ്ടുവന്ന് സ്നേഹത്തിന്റെ വചനത്താൽ, ദിവ്യ രക്തത്താൽ പോക്കുവഴി ഉണ്ടാക്കുന്ന ദിവ്യ സ്നേഹം. ആമേൻ. ആർക്കും ഇറങ്ങാൻ കഴിയാത്തടുത്ത്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന് ചെയ്യുവാൻ കഴിയുന്ന ദിവ്യ സ്നേഹം. ആ കർത്താവിന്റെ നാമത്തെ സഭ ചേർന്ന് പറയട്ടെ. അവന്റെ നാമമാണ് യേശു. ആമേൻ. ഹല്ലേലൂയ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലന്റെ നാമം കർത്താവായ യേശു, ജീസസ്, യേശുവാ. ആമേൻ. ആ നാമം നിന്റെ വീടിനകത്ത് മുഴങ്ങുമ്പോ തന്നെ ഭൂതങ്ങൾ ഇളകും. രണ്ടാമത്തെ കാര്യം പറയാം, സ്നേഹം ആചരിക്കുക. ഒരു വിശ്വാസിയുടെ 4 വിധ കടപ്പാടുകളിൽ രണ്ടാമത്തതാണ് സ്നേഹം ആചരിക്കുക. സ്നേഹം വേണം, എല്ലാവരോടും സ്നേഹം വേണം. എല്ലാവരോടും നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സ്നേഹം വേണം. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ആമേൻ. നിസ്വാർത്ഥമായ സ്നേഹം. യേശു ക്രിസ്തു തന്ന സ്നേഹത്തെ പോലെ വേറൊരു സ്നേഹം ഞാൻ ബൈബിളിൽ കാണുന്നില്ല. ആ സ്നേഹം ഞാൻ പീറ്ററിലും കാണുന്നില്ല, പോളിലും കാണുന്നില്ല, ജോണിലും കാണുന്നില്ല, ജെയിംസിലും കാണുന്നില്ല, ആരിലും കാണുന്നില്ല. ആ യേശു തന്ന നിസ്വാർത്ഥമായ സ്നേഹം പോലെ ഞാൻ വേറെ ആരിലും കാണുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമത്തെ ഒരു വിശ്വാസിയുടെ കടമ എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം തന്നെ 4-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. 9-ാമത്തെ വാക്യം എന്താ? അത് അതിഥി സൽക്കാരം ചെയ്യുക. ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ മുഖം ചൊളിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ മുഖം ചൊളിയുന്ന ആരെങ്കിലും ഉണ്ടോ? അത് വീട് വൃത്തിയാക്കാൻ മടിച്ചിട്ടാണോ മുഖം ചുളിയുന്നത്? ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരികയല്ലേ, അതിന് കുറേ ചിലവാകത്തില്ല എന്നുള്ളതുകൊണ്ടാണോ മുഖം ചുളിയുന്നത്? ഇത് രണ്ടും കൊണ്ടാണോ മുഖം ചുളിയുന്നത്? അതോ ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ മുഖം ചുളിയുന്നത്? ആരൊക്കെയോ ചിരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ പറയുന്നതിനകത്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് അവർ പറയുന്നത്. സ്തോത്രം. അതിഥി സൽക്കാരം ചെയ്യുക. അത് ദൈവത്തിൻ്റെ ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരാനുണ്ടാകുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിപ്പോൾ സ്നാക്സും കൊടുക്കണമെന്നില്ല, നിങ്ങൾ ടീ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ കട്ടൻ ചായ കൊടുത്താൽ മതി. പക്ഷെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കയറി വരാനുണ്ടാകുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. തന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് മധ്യത്തിൽ ഒരു അതിഥി നമ്മളെ കാണാൻ, എന്നെ ഒന്ന് കാണണം, നിന്നോടൊന്ന് സംസാരിക്കണം എന്ന ആഗ്രഹമൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അതിഥി സൽക്കാരം ആചരിക്കണം. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്നെങ്കിൽ അവരെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ സന്തോഷത്തോടെ അവരെ മടക്കി അയക്കണം. കാരണം അവർ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ദൂതന്മാരും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരിക. അവരുടെ കൂടെ നല്ല ഏഞ്ചൽസ് ഉണ്ടെങ്കിൽ അവരും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്. നിങ്ങൾ അവരെ സന്തോഷിക്കുമ്പോൾ അവരുടെ ദൂതന്മാരും കൂടെ സന്തോഷിക്കുകയാണ്. പാസ്റ്റർ ഇങ്ങനെയൊക്കെ നോക്കുന്ന ആളാട്ടോ. ഹല്ലേലൂയ. നമ്മളെ കാണാൻ പറ്റാത്തതായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യനായി വസിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കർത്താവ് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റാത്ത കർത്താവിനെ കാണാൻ നമ്മളിങ്ങനെ കൊതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ണി കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. എല്ലാവരും കൊള്ളരുതാത്തവരും ഞാൻ മാത്രം നല്ലവനെന്നൊന്നും ആരും പറയല്ലേ. കാണാൻ കൊള്ളാമെന്നുള്ള മനുഷ്യരുണ്ട്, കൂടാൻ കൊള്ളാമെന്നുള്ള ബന്ധങ്ങളുണ്ട്, കഴിക്കാൻ കൊള്ളാമെന്നുള്ള ഭക്ഷണമുണ്ട്, കാണാൻ കൊള്ളാമെന്നുള്ള കാര്യങ്ങളുണ്ട്, കാണാൻ കൊള്ളാമെന്നുള്ള സ്ഥലങ്ങളുണ്ട്. എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പോയേനെ. പിള്ളേരെയും കൊണ്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ പോകാൻ സമയമില്ല. ഹല്ലേലൂയ.
സമയമില്ല, സാഹചര്യമില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് പോകണം കേട്ടോ. ഇടയ്ക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ട് പോകണം. മീറ്റിംഗ് മുടക്കിയിട്ടാകരുത്. നമ്മൾ ദൈവത്തിനുള്ള ടൈം അത് കൊടുക്കണം. ഇപ്പോൾ 1-2 ദിവസത്തെ ടൂർ പോവുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. സ്തോത്രം. ഈ സന്തോഷം എന്ന് പറയുന്നത്, ചിലരൊക്കെ വേറെ എന്തൊക്കെയോ ആണ് ഈ സന്തോഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഭയങ്കര ആത്മാവുള്ള ആൾക്കാരൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ അവർ കണക്ക് കൂട്ടി വെച്ചേക്കുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ സുഹൃത്തെ, ഈ ഭൂമിയിൽ പാപമല്ലാത്തത്, ദൈവനിന്ദയല്ലാത്തത്, ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നതല്ലാത്തത് എല്ലാം സന്തോഷമാണ്. സന്തോഷിക്കാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ല. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നീ മറ്റൊരു വ്യക്തിക്ക് തിരുവചനം അനുശാസിക്കുന്ന, തിരുവചനം നൽകുന്ന നിയമപരിധിക്കകത്തിൽ നിന്നുകൊണ്ട് അനീതി അല്ലാത്തതും പാപമല്ലാത്തതും ദോഷമല്ലാത്തതുമാകുന്ന രീതിയിൽ മറ്റൊരു വ്യക്തിക്ക് സന്തോഷമായി തീരുന്നതാണ് സന്തോഷം. നീ മറ്റൊരു വ്യക്തിക്ക് സന്തോഷമായി തീരുമ്പോൾ അവരുടെ ഹൃദയവും സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് സന്തോഷം. സന്തോഷത്തിന് വേറെ മീനിങ് ഒന്നുമില്ല. സന്തോഷം തന്നെയാണ്. ജോയ്. പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. ആരാധിക്കുമ്പോൾ ഒരു സന്തോഷം വരും. ജോയ് ആണ്, ആനന്ദമാണ്. ജോയ്. ആരാധിക്കുമ്പോൾ ഒരു സന്തോഷം, തിരുവെഴുത്ത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം, ദൈവമക്കളെ കൂടെ കാണുമ്പോൾ ഒരു സന്തോഷം. അതൊക്കെ പരിശുദ്ധാത്മാവ് തരുന്നതാ. നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ സന്തോഷം പരിശുദ്ധാത്മാവ് തരുന്നതാ. കണ്ണുരുട്ടിയോ എനിക്ക് നേരെ? നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ സന്തോഷം, പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം. ഒരുമിച്ച് പോകുമ്പോൾ പാർക്കിൽ സംശയമുണ്ട്, ഇപ്പൊ തിരുത്തി തരാം. ഒരുമിച്ച് പോകുമ്പോൾ പുറത്തിറങ്ങി അപ്പം മുഖാമുഖം നോക്കുമ്പോൾ കീരിയും പാമ്പുവാ, അടിയാ, ബഹളമാ. നിങ്ങൾ പറ, ആര് ചെയ്തതാ? സാത്താൻ ചെയ്തതാ. അത് സാത്താൻ ചെയ്തെങ്കിൽ ഈ ഒരുമിച്ച് പോകുമ്പോൾ സന്തോഷം, മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ വരുന്നത് ദൈവം ചെയ്തതല്ലേ? പരിശുദ്ധാത്മാവ് ചെയ്തതല്ലേ? ഇപ്പൊ സംശയം മാറി. ഒരുമിച്ച് പുറത്തു പോകുന്നു, ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോകുന്നു. ഒരുമിച്ച് പോകുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണെന്ന് പാസ്റ്റർ പറഞ്ഞു. ഒരുമിച്ച് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. അപ്പൊ ആ ചോദ്യം ചോദിച്ചപ്പോൾ അടുത്തൊരു ചോദ്യം ഞാൻ എങ്ങോട്ട് ഇടുക? ഒരുമിച്ച് പോകുമ്പോൾ കീരിയും അമ്മുമ്പലെ പുറത്തിറങ്ങി അപ്പ വഴക്ക. അതാര് ചെയ്യുന്ന? സാത്താൻ ചെയ്യുന്ന ഇടയിൽ കയറി. അപ്പൊ സാത്താൻ അത്രയും വലിയ മഹത്വം കൊടുക്കാമെങ്കിൽ ഒരുമിച്ച് മര്യാദയ്ക്ക് പോയിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വരുന്നതും ദൈവത്തിന്റെ കൃപയാണോ? പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കാണാൻ വേണ്ടി തന്നെ കർത്താവ് സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, പോകാൻ വേണ്ടി തന്നെ കർത്താവ് ആക്കിയിട്ടേക്കുന്നത്. സന്തോഷിക്കുക. ദൈവം തന്നിട്ടുള്ളവരുമായി നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് ലഭ്യമായ സാമ്പത്തികത്തിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. സന്തോഷിക്കാൻ കോടികൾ വേണ്ട സുഹൃത്തെ. സന്തോഷിക്കാൻ 100 രൂപ മതി. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? 100 രൂപയ്ക്ക് താഴെ ചെലവഴിച്ച് എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ച നാളുകളുണ്ട് എനിക്ക്. അതിനെ കഴിയുമായിരുന്നുള്ളൂ. 100 രൂപയ്ക്ക് താഴെ ചെലവഴിച്ച് വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പിള്ളേരെയും കൊണ്ടും വൈഫിനൊക്കെ ആഗ്രഹമുണ്ട്. സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. ചില ഇടങ്ങളിലേക്ക് കയറി ഞങ്ങൾ കണ്ടിട്ടില്ല. കയറി ചെല്ലുമ്പോൾ മേടിക്കാൻ കഴിയാതെ കണ്ട് സന്തോഷിച്ചിട്ട് വന്ന ദിവസങ്ങളുണ്ട്. ഞങ്ങൾ അധികം വർഷമൊന്നും ആയില്ല. ഞങ്ങൾക്ക് മേടിക്കാൻ പൈസ ഇല്ല, പക്ഷെ ഞങ്ങൾ കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മേടിക്കാൻ കാശില്ല, നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലം 10 പേര് പറയുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് എൻ്റെ കൂടെ ഉള്ളവർ ചിന്തിക്കാൻ പാടില്ലല്ലോ, ഞാനും ചിന്തിക്കാൻ പാടില്ലല്ലോ. സമൂഹത്തിൻ്റെ ഇടയിലാണല്ലോ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കുന്നത്. അപ്പോൾ പോയി കണ്ട് സന്തോഷിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ പറയുന്നു, എന്നെ എൻ്റെ കർത്താവ് അവിടെ കൊണ്ടുപോയത്. കാരണം ക്യാഷ് വന്ന സമയത്ത് അവിടെ പോയി വാങ്ങാൻ ഞങ്ങൾക്കൊരു ഒരു ജാള്യത അല്ലെങ്കിൽ ഒരു അറിഞ്ഞുകൂടായ്മ ഇല്ലാത്തതിൻ്റെ കാരണം ഒരു കാലം പോയി നോക്കിയതാ. അബ്രഹാമിനോടെ ഒന്ന് പോയി ദേശം നോക്കിയിട്ട് വരാനേ ആദ്യം പറഞ്ഞുള്ളൂ. ആമേൻ. ഞാനെന്തോ പറഞ്ഞു വന്നപ്പോൾ അതൊരു പ്രവചന തലത്തിലേക്ക് അങ്ങ് നീങ്ങുക.
ചിലയിടത്തേക്കൊക്കെ ദൈവം നിന്നെ അയച്ചിട്ട് വെറുതെ മടക്കി വരുത്തിയെന്ന് തോന്നും. നിന്റെ കാല് ചിലയിടത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണ് ചിലയിടം കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിന്റെ പേർക്കാകാൻ, അവിടെ നിന്റെ പേർക്ക് എന്തോ ചിലത് സംഭവിക്കാൻ വേണ്ടിയിട്ടാ ദൈവം നിന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷിപ്പിൻ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. അതിഥി സൽക്കാരം ചെയ്യുക. അതിഥികളെ നിങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സോടെ ട്രീറ്റ് ചെയ്യുക. ദ ലാസ്റ്റ് വൺ, പത്രോസിന്റെ തന്നെ ലേഖനം നമ്മൾ വായിച്ചിരുന്നു, 4-ാമത്തെ അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യം. ആത്മീയ വരങ്ങൾ വ്യാപാരം ചെയ്യുക. ഒരു വിശ്വാസിയുടെ 4 വിധ കടപ്പാടുകളിൽ 4-ാമത്തതാണ് ആത്മീയ വരങ്ങൾ വ്യാപാരം ചെയ്യുക. ആത്മീയ വരങ്ങൾ വ്യാപാരം ചെയ്യുക. അതിന്റെ 10-ാമത്തെ വാക്യം നോക്കിയ, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ആത്മീയ വരങ്ങൾ വ്യാപാരം ചെയ്യുക. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള കൃപയ്ക്കൊത്തവണ്ണം, ആദ്യം ആ കൃപ എന്താണെന്ന് നിങ്ങൾ അറിയുക. അത് പ്രാർത്ഥിക്കാനാണോ, വർഷിപ്പ് ചെയ്യാനാണോ, പ്രൊഫസി പറയാനാണോ, മെസ്സേജ് പറയാനാണോ, എന്താണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള? ഒരു സൗഖ്യത്തിൻ്റെ വരമാണോ, ശുശ്രൂഷയ്ക്കുള്ള വരമാണോ, എന്താണ് ദൈവം ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതിനെ നിങ്ങൾക്കൊത്തവണ്ണം വ്യാപാരം ചെയ്യുക. എടുത്തു ചാടാനല്ല പറയുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, വിനിയോഗിക്കുക. ആത്മീയ വരങ്ങൾ വ്യാപാരം ചെയ്യുക. എനിക്ക് വരമില്ല, കൃപയില്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ 2 കാര്യം ഞാൻ പറയുന്നു. ഒന്ന്, നിങ്ങൾ അങ്ങനെ പറയരുത്. വരവും കൃപയും കർത്താവ് നൽകുന്നതാണ്. ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും എന്നാണ്. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ലെന്നാണ് യേശു പറയുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം. നീ ഒരു ആത്മീയ വരങ്ങളിൽ നിറയുവാൻ, കർത്താവിൻ്റെ ആത്മീയ വരങ്ങളിൽ നിറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ആത്മീയ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിനു വേണ്ടി എനിക്കിനിയുള്ള ശിഷ്ടകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എല്ലാ സൈറ്റാനിക് റൂൾസും ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ കയ്യെ എൻ്റെ ദൈവം പിടിക്കുകയാണ്. ഈ സെക്കൻഡിൽ എല്ലാ ശക്തികളും ദുർശക്തികളും നിന്റെ മേൽ നിന്ന് വിട്ടുമാറുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കത് കാണാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ചിലരെ തൊടുകയാണ്. ആത്മീയ വരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ദൈവസാന്നിധ്യം ചലിക്കുന്നു. ആമേൻ. എനിക്ക് ചിലതിനെ പൊട്ടിച്ച് പുറത്തു വരണം പാസ്റ്റർ. എനിക്ക് ആങ്സൈറ്റിയെ തകർത്ത് പുറത്തു വരണം, എനിക്ക് ഫിയറിനെ തകർത്ത് പുറത്തു വരണം, എനിക്ക് ഡിപ്രഷനെ തകർത്ത് പുറത്തു വരണം, എനിക്ക് ഇമോഷൻസിനകത്ത് നിന്ന് പുറത്തു വരണം. അനിയന്ത്രിതമാകുന്ന ഇമോഷൻസ്, അനിയന്ത്രിതമാകുന്ന ആംഗ്രി, കോപം, അതിനകത്തുനിന്ന് പുറത്തു വരണം. റോൾ ബ്രൈറ്റ് ഹോസ് കഫിൽ ലാബ്രസിറ്റോസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഇരിക്കേണ്ടടുത്ത് കയറിയിരിക്കുന്ന ചില സാധാരണീയ ശക്തികളെ ഈ സെക്കൻഡിൽ ദൈവം ആരുടെയൊക്കെ മേൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു, തകർക്കുന്നു. നിന്നെ സ്വർഗം ശുദ്ധമാക്കുകയാണ്. പറയാ ദൈവത്തോട്, എനിക്ക് കർത്താവിൻ്റെ ആത്മീയ വരങ്ങൾക്കകത്ത് നിറയണം അപ്പാ, എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയണം അപ്പാ. പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ. നിങ്ങൾക്കുള്ള ആത്മീയ വരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. ഒരു തീരുമാനം എടുക്കാമോ? ഇന്ന് മുതൽ ദൈവം എനിക്ക് തന്ന ആത്മീയ വരങ്ങൾ ഞാൻ ഉപയോഗിക്കും. ദൈവം എനിക്ക് തന്ന ആത്മീയ വരങ്ങൾ ഞാൻ ഉപയോഗിക്കും. ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുക.
അപ്പം ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ. ആരും വരുന്നില്ല പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പാസ്റ്ററെ? ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവ് എന്തെങ്കിലും അറിയിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇടും. അപ്പം ഞാനൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളെ ഏൽപ്പിച്ചേ. ഹല്ലേലൂയ. ദൈവ അവസരങ്ങൾ തരും. ദൈവ അവസരങ്ങൾ തരും. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എൻ്റെ ദൈവം എനിക്ക് അവസരം തരുമെന്ന്? വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? എങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായിക്കൊള്ളാം കർത്താവേ എന്നൊരു തീരുമാനം എടുത്താൽ മതി. കർത്താവ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങും. ഞാൻ അങ്ങേക്ക് വേണ്ടി എന്നാൽ പറ്റുന്നത് ചെയ്തോളാം കർത്താവേ എന്ന് പറഞ്ഞാൽ മതി. ദൈവം അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഏൽപ്പിച്ച 4 വിധ കടമകൾ, ഒരു വിശ്വാസിയുടെ 4 വിധ കടപ്പാടുകൾ, നമ്മൾ തീർച്ചയായിട്ടും ആ കടപ്പാടുകൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സെക്കൻഡിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പിതാവേ, എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അങ്ങെനിക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വ്യാപാരം ചെയ്യുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അതിന് സഹായിക്കാൻ പോവുകയാണ്. റിഖാമാന ശബ്ദനെ ബ്രിഗദല റബാത്തുന ഹസ്തു ശഖൈന പ്രഭഹസ്തുന ബ്രിഗദൽ ഖമന. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വളരെ വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരിൽ ദൈവം പകർന്നിരിക്കുന്നത് ജ്വലിച്ചു വരട്ടെ. ഇവരെ കർത്താവ് കണ്ടിരിക്കുന്ന വേലയിലേക്ക് ഇവരെ വേർതിരിക്കണമേ. ഇവരുടെ മേൽ, ഇവരുടെ ഭവനത്തിൻ്റെ മേൽ ദൈവിക സാന്നിധ്യത്തെ പകരണമേ. മധുരി ലിബാധുനി ബ്രിഗദൽ ഖമന. പ്രാർത്ഥിച്ചേ. ലിംഗ്ധോറിയാം ശലേംധന ലബ്ധോനിയാം ഷഖൈനിയ ബ്രിഗദോറിയാം ഷഖൈനിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ഊഢമാന ശബ്ദനറൽ ബ്രഹോസിയ. നിന്റെ ഭവനത്തെ, നിന്റെ ജീവിതത്തെ റൂൾ ചെയ്യുന്ന എല്ലാ സൈറ്റാനിക് അജണ്ടയും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകുന്നു. God, altar no shaketai, altar power of the God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അസാധാരണമായ സാന്നിധ്യം പുറപ്പെടുന്നു. ഓ റീബാന ഷൈഡൽ ഖബന. In the mighty name of Jesus, in the mighty name of Jesus, in the mighty name of Jesus. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ പിതാവേ. അസാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. സ്വർഗാത്ഭുതം ചെയ്യണം. ഇപ്പോൾ രോഗത്തിൻ്റെ അസ്വസ്ഥതകളിലായിരിക്കുന്നവർ, പലതരത്തിലുള്ള വ്യാധിയിലായിരിക്കുന്നവർ, അലർജി പ്രോബ്ലംസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹീലാക കൽപ്പിക്കുന്നു. ബാധ വിട്ടിവർ ഫ്രീ ആകട്ടെ. ഇവരുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞവർ ശുദ്ധമാകട്ടെ. ദൈവമേ, അവിടുന്ന് മഹാത്ഭുതം ഈ ജനത്തിൻ്റെ മേൽ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. മറ്റുള്ളവർക്കൂടെ ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഒരു മുടക്കവും ഇല്ലാതെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പറയുക, ഇങ്ങനൊരു ഓൺലൈൻ മിനിസ്ട്രി നടക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്ന് നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം അധികം സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി തമ്മിൽ കാണുന്നതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.